അനു സിതാരയും ഷറഫുദ്ദീനും നായികനായകന്മാരാകുന്ന നീയും ഞാനും മറ്റന്നാൾ തിയേറ്ററുകളിലെത്തും. സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകി പുറത്തിറങ്ങുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. AK സാജനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നീയും ഞാനും ഒരുക്കിയിരിക്കുന്നതെന്ന് ചിത്രത്തിലെ നായിക അനു സിതാര പറയുന്നു. ഷറഫ്കയാണ് ഹീറോ ആയിട്ട് വരുന്നത്. സിജു ചേട്ടൻ ഒരു ഹീറോയാണ്, സിജു വിൽസൺ. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. കാരണം ഹാപ്പി വെഡ്ഡിങ് എന്ന സിനിമയിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ് ഒരുപാട് ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നേരത്തെ അറിയുന്ന ഒരാളാണ്, പിന്നെ 2 പേരുമായിട്ട് നല്ല കൂട്ടാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൊക്കേഷൻ മൊത്തം ഞാൻ ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് നീയും ഞാൻ ലൊക്കേഷൻ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത്. പടം സീരിയസ് ആണ്, എന്നാൽ സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. സിനിമയിൽ ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഗണത്തിലും എനിക്ക് തോന്നുന്നു പെടുത്താൻ പറ്റിയൊരു സിനിമയാണ് നീയും ഞാനും. കാരണം സാജൻ സാറിൻ്റെ സിനിമയാണ്. അപ്പം സാറിൻ്റെ മുൻപുള്ള സിനിമ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പുതിയ നിയമമായാലും ത്രില്ലറാണ്, സസ്പെൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഫാമിലിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ് ഈ സിനിമയും നീയും ഞാനും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇത് ഇഷ്ടമാവും. ക്യാരക്ടറിൻ്റെ പേര് ഹാഷ്മി എന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ഫുക്രി ശേഷം വീണ്ടും ഞാൻ മുസ്ലിം വേഷത്തിലെത്തുന്നൊരു സിനിമയാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിന് 3 സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതായത് ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്നൊരു സമയം, പിന്നെ നമ്മൾ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം, പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷമുള്ളൊരു സമയം. 3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആഷ്മി എന്ന കഥാപാത്രത്തെയാണ് അനു അവതരിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവാം. ഒരു പക്ഷേ മ്യൂസിക് കോളേജിൽ പഠിച്ചിരുന്നൊരു കുട്ടിയാണ്, പക്ഷേ അമ്പലത്തിലൊക്കെ പാട്ട് പാടാൻ പോകണം, കച്ചേരിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിന് സാധിക്കില്ല. അപ്പം അത്രയും സങ്കടങ്ങളും പിന്നെ പാട്ടിലൊന്നും ആവാൻ പറ്റിയില്ല. എന്നാൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് പാടും. അതുകൊണ്ട് തന്നെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഷോപ്പിൽ ജോലി ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ഒരു ഷോപ്പിലേക്ക് ജോലി ചെയ്യാൻ വരെ പോണത്. പിന്നെ അവളാണ്, അതായത് ഹാഷ്മി എന്നുള്ളൊരു ക്യാരക്ടർ, ഹാഷ്മി എന്നാണ് പേര്. ഹാഷ്മി എന്നുള്ളൊരു ക്യാരക്ടർ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം നോക്കുക. അപ്പം അത്രയും ബോൾഡായിട്ടുള്ള, എന്നാൽ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കൊണ്ടു കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹാഷ്മിയുടേത്. എന്നാൽ അവളുടെ ഉള്ള ആ ഒരു ചുറ്റുപാട് നമ്മൾ ഹാപ്പിയുമാണ്. പ്രണയം എന്ന് പറയുന്നത് ഈ കഥയിൽ ഒരു പാഡ് മാത്രമാണ്. ഒരു നമുക്ക് കഥ പറഞ്ഞ് കഥാപാത്രങ്ങൾ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നടത്താനുള്ള ഒരു പാഡ് മാത്രമാണ്. പക്ഷെ പ്രണയമല്ല വിഷയം. അത് കഥ തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഈ പ്രണയം എന്ന് പ്രണയത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ കഥാപാത്രം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകളും അവരുടെ മാനസിക ഭാവങ്ങളും മനോഭാവങ്ങളൊക്കെയാണ് കഥ. അത് എനിക്ക് തോന്നുന്നു അതിലൊരു പുതുമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.